എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശനിയാഴ്ചയാണ്. രാവിലെ എണീച്ച് ഞാനിത് ഓടാൻ പോയിട്ട് ഇപ്പം വന്നിട്ടേ ഉള്ളൂ. രാവിലെ എന്ന് പറഞ്ഞാൽ സമയമുണ്ടല്ല, നോക്കിയേട്ടെ 9:15. 9:15 നമ്മളെ രാവിലെ. ഞാൻ എപ്പാന്നോ നല്ല ഉറക്കക്ഷീണമെല്ലാം മാറി എണീക്കുന്നത്, അതാണ് എനിക്ക് രാവിലെ. അതുകൊണ്ട് ആ സമയത്തൊന്നും ഞാൻ ഓടല്ലേ. അപ്പോൾ രാവിലത്തെ ഓട്ടം പരിപാടിയെല്ലാം കഴിഞ്ഞിന്. ഇനി ഞാനേ നമ്മളെ വീട് ഇതുവരെ എല്ലാവരും ശരിക്കും കണ്ടിട്ടില്ല, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ നമ്മളെ വീടൊന്ന് പരിചയപ്പെടുത്താം, പിന്നെ നമ്മളെ ഷോപ്പ് പരിചയപ്പെടുത്താം, പിന്നെ നമ്മളെ ഭാര്യ മക്കളെ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ആദ്യം ഞാൻ വീട് കാണിച്ചാൽ നിങ്ങൾക്ക്. ഇത് നമ്മളെ ബെഡ്റൂമാണ്, നോക്കിയട്ടെ. മക്കൾ 3 മക്കളിലുണ്ട് തന്നെ. ഇവിടെ എത്ര വൃത്തിയാക്കിയാലും ഇങ്ങനെ ഉണ്ടാവുക, വലിയ വൃത്തിമാനായിരുന്നു ഉണ്ടാവില്ലേ. അങ്ങനത്തെ ഒരു ബെഡ്റൂമാണ് നമ്മളെ. ബെഡ്റൂമല്ല, വീട് മൊത്തം അങ്ങനെയാണ്. നമ്മളെ വീടൊരു പഴയ വീടാണ്. പഴയെന്ന് വെച്ചാൽ ഏതാണ്ട് 30-40 വർഷം പഴക്കമുള്ള വീടാണ്. അപ്പം വീട് ഇതുപോലെ ചേഞ്ചൊന്നും ആക്കിയിട്ടില്ല. അത്യാവശ്യം ചെറുങ്ങനെ ഇതുപോലെ ചെയ്തെന്നല്ലാണ്ട് വലിയ വ്യത്യാസമൊന്നും ആക്കിയിട്ടില്ല. ആ പഴയ ലെവൽ തന്നെ ഉള്ള. അപ്പോൾ അതിൻ്റെ കാരണം ഉണ്ടായി, ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഏതായാലും വീടൊന്ന് കാണാം, വാ. മുഴുവൻ ചെടികളാണ്. ചെടികളല്ല, ഏതാണ്ട് കാട് പിടിച്ച പോലെ ഉള്ളത്. ഇപ്പോൾ മഴക്കാലല്ലേ, അപ്പോൾ ചെടീൻ്റെ ഇടയിൽ കുറേ കാടെല്ലാം പൊന്തിട്ട് ഇങ്ങനെയാണ് ഉള്ളത്. നോക്കിയാട്ടെ, കാട് പിടിച്ചോല. വാർപ്പിൻ്റെ മുകളിലും കണ്ട കുറേ ചെടികൾ, പച്ചക്കറികൾ കംപ്ലീറ്റ് വാർപ്പിൻ്റെ മുകളിൽ ഞാൻ നട്ടിട്ടുള്ളത്. നമ്മളിതാകെ 12 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇത്രയും സൗകര്യം ഉള്ളൂ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് താഴെ പച്ചക്കറി ഇടാൻ സൗകര്യമില്ല. താഴെ അത്യാവശ്യം മരങ്ങൾ ചെടികളെല്ലായി. പിന്നെ മുകളിലാണ് പച്ചക്കറി മറ്റു കാര്യങ്ങൾ, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ മുകളിൽ നമ്മളെ പ്രധാനപ്പെട്ട സാധനം താറാവുണ്ട്, കോഴിയുണ്ട്. മക്കൾക്ക് കെമിക്കലില്ലാത്ത നല്ല ആരോഗ്യമുള്ള മുട്ട കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഡെയിലി എന്തായാലും 4-5 മുട്ട കിട്ടും. താറാവിൻ്റെ മുട്ടയായാലും കോഴി മുട്ടയായാലും. അതുകൊണ്ട് മക്കൾക്ക് പൈസ കൊടുത്ത് മുട്ട വാങ്ങേണ്ട ആവശ്യമില്ല, നല്ല മുട്ടയാണ് നമ്മൾ കൊടുക്കൽ. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്, അതും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം. നിങ്ങൾ പുറമേ കണ്ടല്ലോ, ഏതാണ്ട് കാട് പിടിച്ച് കോലം കെട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി ഉള്ളിലെ കാര്യം നോക്കാം നമുക്ക്. ഉള്ളിൽ ഇതിനെക്കാട്ടും വൃത്തികേടാണ്. ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞു മക്കളുണ്ട് 3 ആൾ. മമ്മി എത്ര വൃത്തിയാക്കിയാലും അവസാനം അങ്ങനെ ഉണ്ടാവുക. പിന്നെ ആ വീടിൻ്റെ മുമ്പിൽ നോക്കിയിട്ട് തക്കാളിപ്പെട്ടിക്ക് ഗോദ്രേജിനെ കൂട്ടുന്ന ഞാൻ ഇതിനെപ്പറ്റി മുമ്പൊരു വീഡിയോ പറഞ്ഞിട്ടുള്ളത്. സംഗതി ശരിയാണ്, വീട് സേഫ്റ്റിയാണ്. പക്ഷേങ്കിലോ നമ്മളെ കുടുംബമെല്ലാം കൂടി ഒരുമിച്ച് പോകുന്ന കാറ് റോഡിലേക്കിടെ അത്ര 100 കിലോമീറ്റർ 80 കിലോമീറ്റർ സ്പീഡിൽ നിന്ന് ഓടുന്ന കാറിന് എന്തായാലും സേഫ്റ്റി വേണം. നമ്മളെ വീടിനേക്കാൾ സേഫ്റ്റി നമ്മൾ ഓടിക്കുന്ന വണ്ടിക്കാ വേണ്ടതെന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. ഞാൻ ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. നമ്മുടെ സേഫ്റ്റിക്ക് പ്രാധാന്യം. വീട് ചുമ്മാ കാണാനും ഷോയേ ഉള്ളൂ, അതിന് സേഫ്റ്റീൻ്റെയോ മറ്റ് ആവശ്യമില്ല. പക്ഷേ റോഡിലേക്കൂടെ വേണ്ട അത്രയും സ്പീഡ് പോകുന്ന വണ്ടിക്ക് എന്തായാലും സേഫ്റ്റി വേണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ബെൻസ് വാങ്ങിയിട്ടുള്ളത്. വീടിനേക്കാൾ നമ്മൾ സേഫ്റ്റി ആയാലും ഒന്ന് കൂട്ടേണ്ടത് ബെൻസാണ്. അതുകൊണ്ടാണ് ഞാൻ ബെൻസ് വാങ്ങിയത്. ഒരിക്കലും പവറിന് വേണ്ടി വാങ്ങിയല്ല. ഞാൻ പറഞ്ഞില്ല, ടാറ്റേൻ്റെ വണ്ടിക്കും ഇതേ റേറ്റാണ്, ബെൻസിനും ഇതേ റേറ്റ്. അതുകൊണ്ടാണ് ഈ വണ്ടി വാങ്ങിയത്. നമ്മളെ കാട് പിടിച്ച വീട് പുറമേ നിന്ന് കണ്ടല്ലോ. ഇനി നമുക്ക് വീടിൻ്റെ ഉൾവശം ഒന്ന് കാണാം, മക്കളെയൊക്കെ ഒന്ന് കാണാമല്ലേ. ഇങ്ങനെയാണ് നമ്മളെ വീടിൻ്റെ. ഒന്നും ഞാൻ വൃത്തിയായിട്ടൊന്നുമില്ല. അതേപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ രാവിലെ എക്സസൈസ് പരിപാടി, എക്സസൈസ് എല്ലാ ദിവസവും ഇല്ല, ഓട്ടാന്ന് ഉണ്ടാവുക, അത് കഴിഞ്ഞിട്ട് എക്സസൈസ്. ഇത് നോക്കിയിട്ട് എന്നെ കാണാം ക്ലാസ്സിൽ. ഇത് ഞാൻ രാവിലെ നമ്മൾ കുളിച്ചിറങ്ങിയ പാട് നല്ല വൃത്തിക്ക് ഇറങ്ങിയിട്ടാകുമ്പോൾ ഫുൾ ബോഡി കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വലിയ ഗ്ലാസ് വെച്ചിട്ട്. ഇത് നമ്മളെ സെൻറ്റർ ആളെ. ഇതിലും വലിയ മാറ്റത്തില്ല, 2 സോഫ ഇട്ടുന്നേ ഉള്ളേ. സംഗതി വലിയ ഇൻറ്റീരിയലും കാര്യം നമ്മൾ ചെയ്തിട്ടൊന്നുമില്ല. ഇങ്ങനെ ഒരു ചെറിയൊരു സെറ്റപ്പാണ്. അപ്പോഴിതാ നമ്മൾ ആദ്യം നമ്മളെ പ്രിയപുത്രി. മോളെ പേരെന്ന് പറഞ്ഞെടുത്തട്ടെ. എത്രയല്ലേ പഠിക്കുന്നവർ? 3rd ബിയിലാണ് എൻ്റെ മോള് പഠിക്കുന്നത്. മോള് ഭയങ്കര അഭ്യാസിയാണ്. മോളെ പല വീഡിയോയും കണ്ടിട്ടുണ്ടാവും അഭ്യാസം കളിക്കുന്നത്. ഞാനും മോൾ എന്തെല്ലാം പഠിക്കുന്നത് പറഞ്ഞാട്ടെ, ഒന്ന് പറയപ്പാ. പിന്നെ ഡാൻസ് ഏതാ? കലാക്ഷേത്ര ഡാൻസ് അല്ലേ? മ്യൂസിക്, പാട്ട് പഠിക്കുന്നുണ്ട്, ഡാൻസ് പഠിക്കുന്നുണ്ട്, കരാട്ടക്ക് പോകുന്നുണ്ട്, കളരിക്ക് പോകുന്നുണ്ട്. മോൾ ഇതെല്ലാം ചെയ്ത് ക്ഷീണിച്ചോല്ലേ ജാന? ഇല്ല, സ്ഥിരം ചെയ്യുന്ന അതുകൊണ്ട് ഓക്കെ അല്ലേ. എൻ്റെ മോള് ജിമ്മിനൊന്നും പോകുന്നില്ല. ഇപ്പം ജിമ്മ് ഇടുന്നത് പപ്പേൻ്റെ ഡംബിൾസ് എടുത്ത് കളിക്കുന്നില്ലേ? ജിമ്മിന് പോണത്രയാ? ശരി. എന്തായാലും കരാട്ടയുണ്ട്, കളരിയുണ്ട്, പിന്നെ ഡാൻസും ഉണ്ട്, പിന്നെ പാട്ടും ഉണ്ട്. മോള് 9 4 ഉള്ളേ. 4 വെറുതെ അടിക്കല്ല. 9 ആയില്ലല്ലോ, 9 പ്ലാനിലുള്ളിലേ ഉള്ളൂ. നമുക്ക് 9 ആക്കാം കേട്ടാ. ഇനി ഇത് അടുത്ത ആളെ പരിചയപ്പെടേ. ഇതാ നമ്മളെ പ്രിയപുത്രൻ. പ്രിയപുത്രൻ ഒന്നിങ്ങോട്ട് നോക്കൂ. ശരി, മോന്ന് പേര് പറഞ്ഞട്ടെ. പേര് പറ, ഫുൾ പേര് പറ. ഇതാണ് നമ്മളെ പ്രിയപുത്രൻ ഓം ദേവദേവ. ദേവട്ടന്ന് പരിപാടി എന്നാ ബ്രഷ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ വെറുതെ മാജിക് ചെയ്യാനാ? ഒന്ന് കാണിച്ചിട്ട് പിന്നെ ഒരു മാജിക് ഒന്ന് കണ്ടിട്ട്
അടുത്തടുത്ത് മജീഷ്യനാണ്. ഇവൻ്റെ അതെല്ലാം വീഡിയോസ് ഉണ്ട്, ഒരുപാട് മാജിക് എല്ലാം ചെയ്തത്. ആള് ഇങ്ങനെയുള്ള കാര്യത്തിലാണ് ഓന് ഭയങ്കര താല്പര്യം. പിന്നെ ഇതാ അടുത്ത് നമ്മളെ സുന്ദരിക്കുട്ടി വന്നിട്ടുണ്ട്. മോളെ പേരെന്ന് പറയാ, പേര് പറഞ്ഞാട്ടെ. ഇതാണ് നമ്മളെ അപ്സര മോളെ. നോക്കിയാട്ടെ, നല്ല സുന്ദരി കുട്ടിയായിട്ട് രാവിലെ തന്നെ ബ്രഷ് എല്ലാം ചെയ്ത് നല്ല ചക്കര മോളായിട്ടുണ്ട്. മോളെന്തല്ല പഠിക്കുന്നത് പറഞ്ഞാട്ടെ? മോള് സ്കൂളിലെ പഠിപ്പ് മാത്രമേ ഉള്ളൂ. കരാട്ടക്ക് പോകാനായില്ല, കളരിക്ക് പോകാനായില്ല, അതുകൊണ്ട് പപ്പയിലേക്ക് വിട്ടിട്ടില്ല. പക്ഷെ വിടും അല്ലേ അച്ചു? അപ്പോൾ സെൻറ്ററുണ്ട്, മക്കളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ നോക്കാം നമ്മളെ ബെഡ്റൂമൊക്കെ ഉണ്ട്. ഇനി ഇത് ഇപ്പുറൊരു റൂമുണ്ട്, ഇപ്പുറൊരു റൂമുണ്ട്, ചെറിയ റൂമാണ്. അതൊന്നും പിന്നെ തീരെ വൃത്തിയാക്കിയില്ല. ഇതാ ഇപ്പം കണ്ട, ഇത് നമ്മളെ കിച്ചൺ. വൃത്തിയില്ലാത്ത കിച്ചണിൽ ഇതാ മമ്മീൻ്റെ പരിപാടി ഉണ്ടാ. എടാ മമ്മീനെ വിളിക്ക്, ദേവാ വേം വരും മമ്മീനെ. ഇതാ പാല് വന്നിട്ട് വരാ, പാല് വന്നിട്ട് വരാം, വേം വിളിക്ക്. ഇതാണ് മമ്മീൻ്റെ വൃത്തിശൂന്യമായ നമ്മുടെ കിച്ചൺ. അതായത് വലിയ വൃത്തിയും പഠിപ്പൊന്നുമില്ല, ആ രീതിയിലാണ് മമ്മി സെറ്റാക്കിയിട്ടുള്ളത്. ഇതിനകത്ത് ആകെ പുതിയ സാധനം എന്ന് പറയുന്നത് നമ്മൾ ഫ്രിഡ്ജാണ് പുതിയതുള്ള. ബാക്കി ഫർണിച്ചർ കാര്യങ്ങളെല്ലാം പഴയതാണ്, ഒന്നും മാറ്റിയിട്ടില്ല. അതേ ലെവലിൽ ഞാൻ വേഗം മാറ്റും എല്ലാം കൂടി ഒരുമിച്ച് മാറ്റാന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ച് ഇതിങ്ങനെ നീട്ടി ഈ ലെവലിലായി. ഇപ്പം ഇവിടെ പുതിയ പഴയ സാധനങ്ങളിൽ മമ്മിയുണ്ട്, ഒരു പഴയൊരു സാധനം. മമ്മി പക്ഷെ നല്ല വൈറ്റ് വേർഷൻ ചെയ്ത നല്ല പുതിയതായിട്ടുണ്ട്. വീഡിയോ എടുക്കുന്ന പറഞ്ഞാൽ മമ്മി നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് നിന്നതായിട്ട് ഞാൻ കണ്ടു. ഓ ശരി. ഇപ്പം മമ്മി ഷോപ്പിലേക്ക് വരുത്തുന്നുണ്ട്, രാവിലെ ഷോപ്പിൽ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് മമ്മി ഇതാ പൗഡറൊക്കെ ഇട്ട് വേറെ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ അങ്ങനെയാണ് കഥ. അപ്പോൾ കിച്ചൺ കണ്ട്, ഇനിയിപ്പോൾ നമ്മളെ മിറ്റം കണ്ട്, ഇനി മുകളിൽ നമ്മളെ പച്ചക്കറി കൃഷി ഒന്ന് കാണാം. പിന്നെ മമ്മി പാല് തിളച്ച് മറിഞ്ഞിട്ടില്ലല്ലോ? ഇതിൻ്റെ അകത്ത് ആകെ വൃത്തിയുള്ള സംഗതി ഞാൻ നട്ട ചെടികളാട്ടാ. ബാക്കി ഈ കിച്ചൺ, മമ്മി എന്താ ഈ കിച്ചൺ കുറച്ചൊന്ന് വൃത്തിയാക്കൂലേ? ഇതാണ് വൃത്തി കേട്ടാ. സംഗതി ഞാൻ പറഞ്ഞല്ലേ, ഫർണിച്ചറെല്ലാം പഴയതാണ്, അപ്പോൾ കാണാൻ വലിയ ലുക്കൊന്നുമില്ല. പിന്നെ നമ്മളേതായാലും അത്ര വലിയ ലുക്കൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇതൊന്നും പവറാക്കേണ്ട സംഗതിയല്ലല്ലോ. പിന്നെ എല്ലാം ആക്കുമ്പോൾ പുതിയതാക്കാനാണ് എൻ്റെ പ്ലാന്. അത് കുറച്ച് കഴിഞ്ഞിട്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കിടെ ഒരു കാര്യം ചെയ്യാം, നമ്മളെ മുകളിൽ നമ്മളെ മീൻ പരിപാടി, മീൻ കൃഷിയുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്. അപ്പം നമുക്ക് അതിനെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവാം. അച്ഛൻ ഞാനും പേര് നമ്മളിലേക്ക് വരുന്ന വാ, മുട്ടെടുക്കാലപ്പാ. അച്ഛനെ വിളി. നോക്ക അച്ഛൻ മുട്ടെടുക്കാൻ പറ്റുന്ന ആരാ വരുന്നപ്പാ? ഓക്കെ കമോൺ. മുട്ടെടുക്കാൻ എല്ലാവർക്കും ഭയങ്കര ത്രില്ലാണ്. കുഞ്ഞിക്കുവിനെ കാണിച്ചു കൊടുക്കുക. അതേവിടെ മണ്ണ് കുഞ്ഞിക്കുവിനെ കാണിക്കാം. ഇത് നമ്മളെ ബാക്ക് സൈഡാണ്. ഇതല്ലോ ഞാൻ പറഞ്ഞല്ലേ, ഒന്നും അത്ര വൃത്തിയില്ല. പിന്നെ നമ്മളെ ബാക്ക് ഭാഗത്ത് ഇത് നോക്കി നമ്മളെ വീടിൻ്റെ ബാഗാണ്. ഇത് പാഷൻ ബൂട്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഇവിടെ തന്നെ കുറേ ചെടികളുണ്ട്, മറ്റേ സൗഹൃദ ചീര, അങ്ങനെ കുറേ ചീരകൾ, ചെടികൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്നുള്ള നമ്മൾ വീഡിയോസ് എടുത്തിട്ടുണ്ട്, നമ്മളെ ഷോർട്സിൽ ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതിന് മുകളിലേക്ക് പോകുന്നത്. സ്റ്റെപ്പ് പുറത്താണ് കേട്ടോ, ഉള്ളിലല്ല. ഞാൻ പറഞ്ഞ പഴയ സെറ്റപ്പാണ്, പുറത്താണ് ആക്കിയിട്ടില്ല. പിന്നെ ഇതെല്ലാം കണ്ട, ഇത് ഞാൻ നമ്മളെ ഈ വർക്ക്ഷോപ്പ്, എൻ്റെ ഒരു ചെറിയ വർക്ക്ഷോപ്പ്. ഞാൻ ഈ മരത്തിനെ കൊണ്ട് എന്തുള്ളാക്കുന്ന പരിപാടീസ് എല്ലാം ഉണ്ട്. മരത്തിനെ കൊണ്ട് ഞാൻ കാണിച്ചു തരാം. കുട്ടികൾക്ക് കളിക്കേണ്ട സംഗതി, വണ്ടി അങ്ങനത്തെ ഞാൻ ആക്കിയിട്ടുണ്ട്, ലോറിയെല്ലാം ആക്കിയിട്ടുണ്ട്. ലോക്ക്ഡൗൺ സമയത്ത് പഠിച്ചിട്ടൊന്നുമില്ല, എന്നാലും അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ഞാനിവിടെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയ അതിനുള്ളതാണ്, ആ ലോക്ക്ഡൗൺ സമയത്ത് ആക്കിയാണ്. ഇത് നമ്മൾ സ്വിമ്മിംഗ് പൂള്, എല്ലാവരും നമ്മളെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവുക. നല്ല വഴുക്കുണ്ട്. പിന്നെ ഇത് നമ്മളെ ചെടികൾ കംപ്ലീറ്റ് പച്ചനാണ്. പിന്നെ വെണ്ടക്ക, പിന്നെ പേരക്ക, അങ്ങനെയുള്ള, പിന്നെ കോയക്ക, പിന്നെ ഇതെല്ലാം നല്ല ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന കായാണ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയേ. അപ്പോൾ നമുക്ക് നേരെ ഇത് നമ്മളെ കോഴി, എൻ്റെ താറാവേ, ഇതാ നമ്മളെ കോഴിക്കോട്. ഞാൻ ഈടിയും നട്ടിട്ടുണ്ട്, നല്ല മണി പ്ലാന്റ് നട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് താറാവിനെ ഉണ്ടാക്കിയ സ്വിമ്മിങ് പൂളാണ്. ഇതിനകത്താണ് താറാവിൻ്റെ കുളിയും പരിപാടിയെല്ലാം വൃത്തികേടായിട്ടുണ്ട്. രാവിലെ തന്നെ വൃത്തിയാക്കുന്നതാണ്, വൃത്തിയാക്കിയിട്ടില്ല. അപ്പോൾ മുട്ടയെല്ലാം എന്തുണ്ട് നോക്കട്ടെ. അച്ചു മുട്ടയുണ്ടാ? കോഴിക്ക് മുളത്ത് തിന്നാൻ കൊടുക്കുമെന്ന്. ആദ്യം നമുക്ക് കോഴീനെ കാണാം അല്ലേ. എടാ അച്ഛൻ ഒന്ന് മാറണം, അപ്പം തുറക്കട്ടെ. നോക്കിയോട്ടെ, ഇത് നമ്മളെ കോഴികൾ വേണ്ട, എല്ലാം കരിങ്കോഴിയാണ്. ഇത് മറ്റേ പേട്ടക്കോഴി എന്ന് പറയും, കഴുത്തിന് രോമമില്ലാത്ത കോഴിക്ക്. മുട്ട ഉണ്ട് കേട്ടോ, അപ്പുറത്തെ ഭാഗത്താണുള്ള കാണിച്ചില്ല. അപ്പോൾ ഇത് താറാവ്, കോഴി, ഇങ്ങനെ മുകളിലും താഴായിട്ടാണുള്ള. താറാവിന് ഇഷ്ടംപോലെ മുട്ടയുണ്ട്. ഞാൻ 2 ദിവസമായിട്ട് മുട്ട എടുത്തിട്ടില്ല, അതുകൊണ്ട് ഒരുപാട് മുട്ടയുണ്ട്. പിന്നെ ആ മൂലക്കാന്ന് ഇവരെ കുഞ്ഞിക്കോഴി കേട്ടോ. കുഞ്ഞിക്കോഴി എന്ന് വെച്ചാൽ കാടക്കോഴി. അതിനാ ചിക്കൻ സ്റ്റാൾ പോരം അവിടെ അവർ വെച്ചിട്ട് കണ്ടിട്ട് അതിനെ കണ്ടപ്പോൾ ഒരു ക്യൂട്ട് തോന്നിയിട്ട് ഞാൻ വാങ്ങിയതാണ്. നോക്കിയാൽ അതാ താറാവ് മുട്ട ഇഷ്ടം പോലെ ഉണ്ട്.
ഇന്ന് മുട്ടേൻ്റെ ചാകരയാട്ടാ. ഇതാണ് നമ്മളെ കുഞ്ഞിക്കോഴി മക്കൾ പറഞ്ഞത്. ഇത് കുഞ്ഞിക്കോഴിയല്ല, കാടക്കോഴി വൈറ്റ്. എനിക്കെന്തോ കൗതുകം കണ്ടിട്ട് അങ്ങനെ വാങ്ങിയതാണ്. അതിന് കൂടാൻ ചെറിയൊരു സെറ്റപ്പ് കൂടി ആക്കിനെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് കാടക്കോഴിൻ്റെ താമസം. താറാവ് കൊത്തിയാൽ വെച്ചിട്ട് ആക്കിയതാണ്. അപ്പോൾ ഇത് ഇടയ്ക്ക് മുട്ടയിടാറുണ്ട്. അപ്പോൾ 2 തന്നെ വാങ്ങിനെ, ഒന്ന് ചത്തുപോയി, ഇപ്പോൾ ഇത് മാത്രം ബാക്കിയുണ്ട്. അപ്പോൾ ഇറച്ചിക്കടയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കാടക്കോഴിയാണത്. പിന്നെ ഇതാ ഇങ്ങനെ നോക്കിക്കോ. കോഴീൻ്റെ മുട്ട കണ്ടേ, കോഴി നല്ല 2, 4, 5 മുട്ട കോഴീൻ്റെതുണ്ട്. അപ്പോൾ അപ്പുറം ഉണ്ടൊരു മുട്ട, 6 മുട്ട. അച്ചു മുട്ട കുറേ ഉണ്ടല്ലോ അല്ലേ? അച്ചു എടുത്ത മുട്ട 4. കോഴീൻ്റെയും താറാവിൻ്റെ സെറ്റപ്പ്. അപ്പോൾ കോഴിക്ക് തിന്നാൻ കൂടി ഉണ്ടല്ലോ. ഞാൻ ഇതുപോലെ ഒരു പൈപ്പ് ആക്കി, സാധാ PVC പൈപ്പ് വാങ്ങിയിട്ട് ഇവിടെ ഒരു ഓപ്പൺ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക, ഉള്ളിലേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് താക്കുക ചെയ്യുക. ഇതിങ്ങനെ ഇവിടെ വന്ന് ഇതായതാണ്ട് ഇവിടുന്ന് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല വൃത്തിക്ക് തീറ്റ തിന്നോളും. ഇതാകുമ്പോൾ കുറേ ദിവസം എത്തും. ഒരിക്കൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കണ്ടു. പിന്നെ താറാവിന് ഈ ഒരു സെറ്റപ്പ് ആക്കിയേ കേട്ടെ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉതിർന്ന് വരുന്ന വയ്ക്കുക. ഇങ്ങനെ തിന്നുന്നേരം ഇങ്ങനെ ഉതിർന്ന് ഇങ്ങനെ വരിക ചെയ്യുക. ഇതാണ് താറാവിൻ്റെ തിന്നാനുള്ള സെറ്റപ്പ്. ഒരിക്കൽ ഇട്ടെടുത്താൽ പിന്നെ ഒരാഴ്ചത്തേക്ക് ചിന്തിക്കണ്ട. പിന്നെ കോഴിത്തീറ്റ മാത്രമല്ല, എല്ലാ ദിവസവും രാവിലെ ഞാൻ ഇതിന് ചോറ് കൊടുക്കും. വീട്ടിൽ ചോറാക്കുമ്പോൾ കുറച്ചധികം ചോറാക്കും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറാക്കിയിട്ട് തലേന്ന് അതിനകത്ത് വെള്ളമൊഴിച്ച് വെക്കും. കാരണം അത് കുളുത്താൻ വേണ്ടിയിട്ട്. കാരണം വെള്ളമൊഴിച്ച് വെക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ബാക്ടീരിയസ് ഉണ്ടാവും. അപ്പോൾ ചോറിൻ്റെ ഇരട്ടി ഗുണം അതിനുണ്ടാവും. അപ്പോൾ അത് കോഴി കൊടുത്തു കഴിഞ്ഞാൽ നല്ല മുട്ട കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ കോഴീൻ്റെയും താറാവിൻ്റെയും സെറ്റപ്പ്. അപ്പോൾ നമ്മളെ കൃഷിയൊക്കെ കണ്ടല്ലോ. ഞാനൊരു ചീര മുമ്പേ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട ഒരു ചീര നിങ്ങളാരും അധികം കണ്ടിട്ടുണ്ടാവില്ല. നോക്കിയേട്ടെ, വലിയൊരു ടൈപ്പ് മരം പോലെ തന്നെയാണ് ഈ സാധനം. താഴെയുണ്ട് വലിയ മരമായിട്ട്. ഇതിൻ്റെ പേര് സൗഹൃദ ചീര എന്നാണ്. ഇതിങ്ങനെ ഇതിൻ്റെ തിരുള് പൊട്ടിച്ച് നല്ല വറക്കാം, നല്ല ടേസ്റ്റാണ്. ചക്കക്കുരുട്ട് വറക്കൽ, പരിപ്പിട്ട് വറക്കൽ എല്ലാവരും ബെസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇത് ചീരച്ചേമ്പും ഈ ചീരയാണ് ഇവിടെ മെയിനായിട്ട് ഉള്ളത്. മറ്റ് ചീരകളൊക്കെ വളർത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്, വേഗം നശിച്ചു. ഇതൊന്നും നട്ട് കഴിഞ്ഞാൽ പിന്നെ എക്കാലത്തേക്ക് ആയി. അതുപോലെ നമ്മൾ ചീരച്ചേമ്പ് നട്ടാലും പിന്നെ അതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കിളുത്ത് ഇഷ്ടംപോലെ എക്കാലത്തേക്കുമായി. നല്ല വളമിട്ടെടുക്കുക, നല്ല മണ്ണുണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട. അപ്പോൾ ഇലക്കറികൾ ഭക്ഷണത്തിൽ ഒരു നേരം വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനാണ് ഈ സംഘ ഇഷ്ടമാണോ നമുക്ക്? വേറെ നല്ല വീട് വേണോ? നല്ല വീട് നമുക്ക് ഇതേപോലെ ചെറിയ വീട് പോരെ? എന്നിട്ട് ഇതാ മോളെ പ്ലാന്. മോളെ പ്ലാൻ ഇതാ. അച്ഛന് പ്ലാൻ ഉണ്ട് അങ്ങനെ വലിയ വീട് വേണം. അപ്പൊ നമ്മളെടുത്ത് പോയ അച്ചാച്ചൻ്റെ അമ്മമ്മ ഒറ്റക്കാവൂലേ? ഓ ദേവ മോനെ പുതിയ വീട് വേണം മോനെ. വലിയ വീടാ വേണ്ട ചെറിയ വീടാ വേണ്ടേ? എന്തിനാ ചെറിയ വീട് പോരെ നമുക്ക്? കണ്ട ഇതാത് മക്കളെ ഉള്ളിലുള്ള ആഗ്രഹം. കൊളസ്ട്രോൾ ഒരുപാട് കൂടിയിട്ടുണ്ടെന്ന് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പം പറഞ്ഞ്. അതുകൊണ്ട് ഞാൻ ഇന്നലെ മുതൽ കളരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മക്കളെപ്പോഴും ഞാനും കളരിക്ക് പോകുന്നുണ്ട്. കാരണം നമുക്ക് പ്രധാനം നമ്മളെ ആരോഗ്യവും ജീവനാണല്ലോ. അതുകൊണ്ട് കൊളസ്ട്രോൾ ഏതായാലും വേണമെങ്കിൽ പോകണ്ടെങ്കിൽ ഭക്ഷണം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം വ്യായാമത്തിൽ എന്തായാലും കൊളസ്ട്രോൾ പോകും. അപ്പം വ്യായാമം ചെയ്താൽ എനിക്ക് വല്ല മടിയില്ല. അപ്പം അങ്ങനെ കളരിക്ക് ചേർന്നിട്ടുണ്ട്. എന്തായാലും ഈ മുട്ട 2 ഇന്ന് ഞാൻ തിന്നു തന്നെ ചെയ്യും കേട്ടോ. കാരണം ഭക്ഷണത്തിൽ നോ കോംപ്രമൈസ്. പക്ഷേ വ്യായാമത്തിലൂടെ നമ്മളെ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമുക്ക് കിച്ചണിലേക്ക് മുട്ടയും കൊണ്ട് പോകണം. നല്ല മഴേൻ്റെ ലക്ഷണമുണ്ട്. മഴ അതോ പെയ്യാൻ തുടങ്ങി. നല്ലൊരു ഇരുടായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ മമ്മി ബൈക്ക് എടുത്തിട്ട് ഷോപ്പിലേക്ക് പോക്ക്. അപ്പോൾ ഇന്ന് മമ്മി പപ്പേൻ്റെ ഒപ്പം കാറിൽ വരാനാണ് ചാൻസ്. അപ്പോഴേ ഞാനൊന്ന് വിളിക്കട്ടെ. ഞാൻ ഇറങ്ങി ഇതാ കമ്പിൽ ടൗണിലെത്താനായി. നമ്മളെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 1/2 കിലോമീറ്റർ കമ്പിൽ ടൗണിലേക്കുള്ള ഒരുപാട് കച്ചവട സ്ഥാപനമുണ്ട്. ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളെ കമ്പിൽ. അപ്പോൾ ഈ കമ്പിൽ ടൗണിലെ കച്ചവടം എന്ന് വെച്ചാൽ ഒരു പ്രത്യേകത ഉണ്ടെന്ന് അറിയുക. എല്ലാവരും വളരെ ഐക്യത്തിലാണ് കച്ചവടം ചെയ്യുന്നത്. ആരും പരസ്പരം ഒരു പാരവെപ്പ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയം ഉണ്ടെങ്കിലും അങ്ങനെ അടിപിടി കുഴപ്പങ്ങൾ കാര്യങ്ങൾ ഒന്നുമില്ല. നല്ല സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരുപാട് നല്ല മനസ്സുള്ള ആൾക്കാർ ജീവിക്കുന്ന സ്ഥലമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളെ ഈ കമ്പിൾ ടൗണ്. പിന്നെ നമ്മുടെ ഈ കമ്പിൾ ടൗണിന് മാത്രം കൂടെ ഒരു പ്രത്യേകത ഉണ്ട് എന്നറിയുക. 3 ബസ് സ്റ്റോപ്പ് അടുത്തടുത്താണ്. ഇങ്ങേ തലക്കുള്ള ബസ് സ്റ്റോപ്പ് നോക്കിയാൽ അങ്ങേ തലക്കുള്ള ബസ് സ്റ്റോപ്പ് കാണാൻ പറ്റും.
അങ്ങനെ ഒരു പ്രത്യേകത ഞാൻ ഈ കമ്പ് ടൗണിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത്ര അടുത്തടുത്താണ് ബസ് സ്റ്റോപ്പ്. ഞാനിപ്പോൾ കമ്പ് ടൗണിൻ്റെ ഇങ്ങേ തലക്കാണല്ലേ, നീട്ടത്തിലുള്ളൊരു ടൗണാണ് നമ്മളെ ടൗൺ. ഇങ്ങനെ നോക്കിയാൽ അങ്ങേ തലക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു സ്റ്റൈലും ടൗണാണ് നമ്മളെ കമ്പിൽ ടൗണേ. ഇത് നമ്മളെ കമ്പിലെ പള്ളി, ഒരുപാട് കാലം പഴക്കമുള്ള പള്ളിയാണിത്. ഇതല്ലാണ്ട് ഇനി അങ്ങേ തലക്ക് സ്കൂളിൻ്റെ ഭാഗത്ത് വേറൊരു പള്ളി കൂടിയുണ്ട്. പിന്നെ ഒരുപാട് ഹോട്ടലുകളുണ്ട്, ഒരുപാട് റെഡിമെയ്ഡ് കടകളുണ്ട്, ചെരുപ്പ് കടകളുണ്ട്, പിന്നെ ഒരുപാട് ജ്വല്ലറികളെ. എൻ്റെ ജ്വല്ലറി കുറച്ച് അങ്ങോട്ടേക്കാണ് വരിക, നമ്മുടെ ജീസൺസ് ഗോൾഡ്. അപ്പോൾ അതല്ലാണ്ട് തന്നെ കമ്പിൽ ഒരുപാട് ജ്വല്ലറികളുണ്ട്. എനിക്ക് തോന്നുന്നു കമ്പിൽ ഏറ്റവും പഴക്കമുള്ള ജ്വല്ലറി എന്ന് പറയുന്നത് പണ്ടേ ഉള്ളത് നമ്മളെ കുഞ്ഞിക്കണ്ണൻ ജ്വല്ലറി ഒക്കെയാണ് പണ്ടേ ഉള്ള ജ്വല്ലറികൾ. അതിനുശേഷം ഒരുപാട് ജ്വല്ലറികൾ വന്ന്, റീനു ജ്വല്ലറി വന്ന്, പിന്നെ മുദ്ര ജ്വല്ലറി ഉണ്ട്, പിന്നെ നമ്മുടെ ജീസൺസ് ഗോൾഡ് ഉണ്ട്, പിന്നെ ഇതായി കാണുന്ന കളത്തിൽ ജ്വല്ലറി ഉണ്ട്, പിന്നെ അപ്പുറം ദുബായ് ഗോൾഡ്, പിന്നെ അപ്പുറം SR ഗോൾഡ്, പിന്നെ GK ഗോൾഡ്, അങ്ങനെ ദിനേശ് ഗോൾഡ്, AJ ഗോൾഡ്, ഫൈൻ ഗോൾഡ്, എരിഞ്ഞിക്കിൽ ജ്വല്ലറി, അങ്ങനെ ഒരുപാട് ജ്വല്ലറികളുള്ള സ്ഥലമാണ് നമ്മൾ കമ്പിലെ. നമ്മൾ ഈ ജ്വല്ലറികളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഐക്യത്തല്ല പോകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാരവെപ്പോ കാര്യമില്ല, വെറുപ്പില്ല, പരസ്പര ഐക്യത്തോടെ നല്ല സന്തോഷത്തോടെ പോകുന്നു. ഞാനതാ പറഞ്ഞത് നമ്മളെ നാടിൻ്റെ ഒരു പ്രത്യേകത. എല്ലാവരും, എല്ലാ കച്ചവട സ്ഥാപനവും പരസ്പരം നല്ല ഐക്യത്തിലും സാഹോദര്യത്തിലാണ് പോകുന്നത്. അത് എന്തായാലും നമ്മളെ ഈ കമ്പിൾ ടൗണിൻ്റെ ഒരു ഗുണം തന്നെയായിട്ടാണ് നമ്മളെ ജ്വല്ലറി. ഇപ്പം പല ജ്വല്ലറിക്കാരും അത് ചെയ്യുന്നുണ്ട്, വളരെ നല്ലത്. അതുമാത്രമല്ല, കുട്ടികളുടെ കാതുകുത്ത് സൗജന്യമാക്കിയത് മാത്രമല്ല, കുട്ടികളുടെ കാതുകുത്ത് വീഡിയോയും സൗജന്യമായി ചെയ്തു കൊടുക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജ്വല്ലറി കൂടി നമ്മളെ ജ്വല്ലറിയാണ്. വേറെ ആരും അത് ചെയ്യില്ല. കുട്ടികളുടെ കാതുകുത്ത് എക്കാലവും ഓർമ്മിക്കാൻ വേണ്ടി രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഏറ്റവും ഉപകാരപ്രദമാണ് നമ്മളെ വീഡിയോ. അതുകൊണ്ട് തന്നെ എല്ലാവരിലും നല്ലൊരു അഭിപ്രായം അതിനുണ്ട്. അതുമാത്രമല്ല, എവിടുന്ന് വാങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ പൊട്ടിക്കഴിഞ്ഞാൽ റിപ്പയർ ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കാറ്. അതുപോലെ റീപോളിഷ് കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ടാണ് ചെയ്ത് കൊടുക്കൽ. പിന്നെ ജീസൺസ് ഗോൾഡിൽ നിന്ന് വാങ്ങുന്ന എല്ലാ ആഭരണങ്ങളും ലൈഫ് ലോങ് വാറണ്ടിയാണ്. എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ലൈഫ് ലോങ് അതിൻ്റെ റിപ്പയർ ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കൽ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ബിസിനസ് എന്നുള്ളതിന് പുറമെ ഒരു സേവനം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, നാട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഷോപ്പിലെ കാര്യങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം. അങ്ങനെ വലിയ പവർ കാണിക്കാനല്ല, ഉള്ളത് ഉള്ള പോലെ കാണിക്കുന്നത്. ഇതുതന്നെയാണ് നമ്മുടെ ജീവിതം. ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും ഇതുപോലെ പോകുന്നത്. അതുകൊണ്ട് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്, നല്ല ബന്ധമുണ്ട്, നല്ല അഭിപ്രായങ്ങളുണ്ട്, അതിലങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്ര സമയം നമ്മളെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.